ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫും ചക്കക്കുരും ഇട്ടിട്ടുള്ള ഒരു തനിനാടൻ ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് വെച്ചിട്ടുള്ള ബീഫാണ്. അപ്പോൾ ഞാനിപ്പോൾ ബീഫ് കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുക്കറിലിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണ് വേവിക്കുന്നത് വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബീഫും ചക്കക്കുരും വെക്കാനായിട്ട് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫും ചക്കക്കുരും വെക്കാൻ നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 3 പച്ചമുളക് നടു കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി ബീഫ് വേവിക്കാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ 5 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പ്രഷർ പോയിട്ട് തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മളെ ബീഫ് വെന്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊറി വരും. അപ്പോൾ നമുക്ക് വേവിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. ഇനി ഇത് തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ ദേ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്കക്കുരു ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. 1 കപ്പ് ചക്കക്കുരു ആണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ. അതിപ്പോൾ ഞാൻ മൂടിന് വെക്കുമ്പോൾ അതിൽ വെയിറ്റ് ഇട്ട് കൊടുക്കണില്ല. വെയിറ്റ് ഇടാണ്ടാണ് വേവിച്ചെടുക്കാനായിട്ട് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ബീഫ് കറിയുടെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാൻ ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് നാളികേരം ശരിക്ക് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, കുറച്ച് കറിവേപ്പില, ഇനി നാളികേരം ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നാളികേരം ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ആ ടൈമിൽ ഞാൻ അതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം മൂത്ത് വരുന്ന വരെ കണ്ടിന്യൂസ്ലി നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ്ലി 2 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ പാൻ നല്ല ചൂടായിട്ടല്ലേ ഇരിക്കുന്നത്. നമ്മൾ ഇളക്കി കൊടുക്കാണ്ട് ഇതുപോലെ പൊടികൾ വെച്ച് പോയി കഴിഞ്ഞാൽ പാൻ നല്ല ചൂടായിരിക്കുമ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ അതിലിരിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് കണ്ടിന്യൂസ്ലി 2 മിനിറ്റ് ഇളക്കി കൊടുക്കാനായിട്ട് പറയുന്നത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കുക കേട്ടോ. പകർത്തിയതിന് ശേഷം നല്ലപോലെ അതിൻ്റെ ചൂടാറിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഫൈനായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ചക്കക്കുരു എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് മരപ്പ് ഇതേപോലെ നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ അരപ്പ് നമ്മുടെ ഈ ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. ആ മിക്സിയുടെ ജാറിലത്തെ എല്ലാ അരപ്പും കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഉണ്ടാവുക. അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് കറി നല്ലപോലെ ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. ഇനി ഈ കറി നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്.
ഇതൊന്നും കൂടിയും ആ ബീഫും അതിൻ്റെ ആ ചാറും അതുപോലെ തന്നെ ആ ചക്കക്കുരുല്ലേ ഇതൊക്കെ കൂടി മിക്സായി വരണം. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ബീഫും ചക്കക്കുരു ഇട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റ് അല്ലേന്ന് ഈ ടൈമിൽ നോക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റ് തന്നെയാണ്. ഉണ്ടാവും അതിൻ്റെ ആ ചാറൊക്കെ ആയിട്ട് നല്ല പോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം കേട്ടോ നമ്മൾ ഇത് ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. ഇനി ഈ പാനിലേക്ക് കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഈ പാനിലേക്ക് ബീഫ് ഞാൻ പകർത്തുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബീഫും ചക്കക്കുരു ഇട്ടിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ്. ഇതിപ്പോൾ വൈറ്റ് റൈസിൻ്റെ ഒപ്പം അതുപോലെ തന്നെ ചപ്പാത്തി, പൊറോട്ട അതിൻ്റെ ഒക്കെ ഒപ്പം നല്ല കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരെ നന്ദി, നമസ്കാരം.